മലപ്പുറം തിരൂരിൽ മസാജ് സെന്ററിന്റെ മറവിൽ യുവാവിനെ ഹണി ട്രാപ്പിൽ കുടുക്കാൻ ശ്രമിച്ച 3 പേർ പിടിയിൽ. തിരുവനന്തപുരം സ്വദേശി സൗദ്, കോട്ടയം സ്വദേശി ജയന്തി, ഓച്ചിറ സ്വദേശി വീണ എന്നിവരാണ് പിടിയിലായത്. യുവാവിനെ മർദ്ദിച്ച ശേഷം ഭീഷണിപ്പെടുത്തി 1.5 പവന്റെ സ്വർണ്ണമാലയും ബൈക്കും കൈക്കലാക്കിയിരുന്നു. സംസ്ഥാനത്തുടനീളം പലപ്പോഴും ഈ തരത്തിലുള്ള സ്പാകൾ അനധികൃതമായിട്ട് പ്രവർത്തിക്കുകയും ഈ ആളുകളെ ചെല്ലുന്ന ആളുകളെ ഈ തരത്തിൽ ഭീഷണിപ്പെടുത്തി പൈസ കവരുന്ന ഒരു പ്രവണത ഉണ്ട്. ഇതിനെതിരെ ശക്തമായിട്ടുള്ള നടപടിയാണ് പോലീസ് സ്വീകരിച്ചു വരുന്നത്. ഇപ്പം ഈ കേസ് റിപ്പോർട്ടായ ഉടൻ തന്നെ നമ്മുടെ മലപ്പുറം ജില്ലാ പോലീസ് മേധാവിയായിട്ടുള്ള ശ്രീമതി ചേട്ട തെരേസ IPS അവരുടെ നിർദ്ദേശപ്രകാരമാണ് ഈ കേസിന്റെ. വിവരങ്ങളുമായി യൂനിസ് അഹമ്മദ് ചേരുന്നുണ്ട്. യൂനിസ്, ഇത് സ്ഥിരം തട്ടിപ്പ് നടത്തുന്ന സംഘമാണോ? എവിടെ നിന്നാണ് ഈ പ്രതികൾ പിടിയിലായത്? ഹരി, 10ഓളം കേസുകൾ ഈ മുഖ്യ പ്രതിയുടെ പേരിലുണ്ട് എന്നാണ് പോലീസ് അറിയിക്കുന്നത്. വെള്ളിയാഴ്ചയാണ് രാത്രി 7:30 തിരൂർ ഏറ്റിരക്കടവ് എന്ന സ്ഥലത്തുള്ള ഔറ വെൽനസ് സെന്ററിൽ മസാജിന് പോയ സമീപത്ത് തിരൂർ സ്വദേശി തന്നെയായ മനോജ് എന്ന ആളെ വിവസ്ത്രവനാക്കി ഫോട്ടോ എടുത്ത് ഈ പണം കൈക്കലാക്കാൻ ശ്രമിച്ചത് എന്നുള്ളതാണ്. ഈ ഹണി ട്രാപ്പിന് ശ്രമിച്ച 3 പേരെയാണ് ഇപ്പോൾ തിരൂർ പോലീസ് ഇപ്പോൾ പിടികൂടിയിരിക്കുന്നത്. മുഖ്യപ്രതിയായ തിരുവനന്തപുരം സ്വദേശിയായ സൗദ്, കോട്ടയം സ്വദേശിയായ ജയന്തി, ഓച്ചിറ സ്വദേശിയായ വീണ എന്നിവരാണ് ഇപ്പോൾ പോലീസ് പിടികൂടിയിരിക്കുന്നത്. ഈ മസാജ് ചെയ്യാൻ വരുന്ന സമയത്ത് മനോജിന്റെ കയ്യിൽ കൂടുതൽ പണമുണ്ടെന്ന് തിരിച്ചറിഞ്ഞ പ്രതികൾ ഈ മനോജിനെ ആക്രമിക്കുകയും ഭീഷണിപ്പെടുത്തുകയും 28,500 രൂപ കൈക്കലാക്കി. അതോടൊപ്പം തന്നെ 1.5 പവന്റെ സ്വർണം കൈക്കലാക്കി. പവർ ബാങ്കും ബൈക്കും കൈക്കലാക്കുകയായിരുന്നു. കേസിലെ 1-ാം പ്രതിക്ക് 10ഓളം കേസ് വിവിധയിടങ്ങളിലായി ഉണ്ട് എന്നാണ് ഇപ്പോൾ പോലീസ് പറയുന്നത്. ഏതായാലും ഇപ്പോൾ അതിനുശേഷം ഈ ഒരു മനോജ് തിരൂർ പോലീസിലേക്ക് പരാതി നൽകുകയായിരുന്നു. ആ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ 3 പേരെ ഇപ്പോൾ പോലീസ് പിടികൂടിയിരിക്കുന്നത്. മലപ്പുറം തിരൂരിലാണ് മസാജ് സെന്ററിന്റെ മറവിൽ യുവാവിനെ ഹണി ട്രാപ്പിൽ കുടുക്കാൻ ശ്രമിച്ചത്.